ഹരേ രാമ ഹരേ കൃഷ്ണ. ഭാഗ്യം നിങ്ങളുടെ ഉദിച്ചുയരും. ഏപ്രിൽ 4 മുതൽ ഗ്രഹമാറ്റങ്ങൾ ആരംഭിക്കുകയായി. തലവര തെളിയുന്ന ഈ രാശിക്കാരാണ് ഇനി. മാർച്ച് മാസം കഴിഞ്ഞ് നാം ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുകയാണ്. ജ്യോതിഷപ്രകാരം ഏപ്രിൽ മാസം വളരെയധികം സവിശേഷതകൾ നിറഞ്ഞ മാസമായിരിക്കും. കാരണം ഈ മാസം പല ഗ്രഹങ്ങളും രാശി മാറുവാൻ പോകുന്നു. ബുധൻ, സൂര്യൻ, ശുക്രൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ ഈ മാസം രാശി മാറും. ചില രാശിക്കാർക്ക് ഈ സമയം വലിയ നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുക. നിങ്ങളുടെ ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികളെല്ലാം പൂർത്തിയാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക വർധനവ് വളരെയധികം വന്നുചേരും. നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. ഏപ്രിൽ മാസത്തെ ഗ്രഹമാറ്റങ്ങൾ ഈ രാശിക്കാർക്കാണ് വലിയ വലിയ ഭാഗ്യങ്ങൾ നൽകുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാരാണെന്ന് നോക്കാം. ബുധന്റെ വക്രഗതി. ജ്യോതിഷം അനുസരിച്ച് ഏപ്രിൽ 2 പുലർച്ചെ 3:18 ബുധൻ മേടരാശിയിൽ പ്രവേശിക്കും. പ്രതിലോമ ദിശയിൽ സഞ്ചരിച്ചും തുടങ്ങും. ചില രാശിക്കാർക്ക് ബുധന്റെ പിന്മാറ്റം മൂലം വളരെയധികം ഗുണങ്ങളാണ് വന്നു ചേരുക. ചില രാശിക്കാർ ഈ സമയം വളരെയധികം ജാഗ്രത പാലിക്കുകയും വേണം. ബുധന്റെ പിന്മാറ്റം മൂലം മേടം, ഇടവം, മിഥുനം, ചിങ്ങം, ധനു, മകരം, കുംഭം, മീനം എന്നീ രാശിക്കാർക്ക് പ്രത്യേക നേട്ടങ്ങളായിരിക്കും വന്നു ചേരുക. ഈ രാശിക്കാർക്ക് തൊഴിൽ പുരോഗതിയും ബിസിനസ്സിൽ വലിയ വലിയ ലാഭവും വന്നു ചേരും. അതുപോലെ ബുധന്റെ അസ്തമയം. വക്രഗതിയിലുള്ള ബുധൻ ഏപ്രിൽ 4 രാവിലെ 10:36 മേടരാശിയിൽ അസ്തമിക്കും. 12 രാശിക്കാരുടെയും ജീവിതത്തെ ഈ അസ്തമയം ബാധിക്കുകയും ചെയ്യും. ബുദ്ധി, വിദ്യാഭ്യാസം, ആശയവിനിമയം, യുക്തി, കഴിവുകൾ സ്വാധീനിക്കുന്നത് ബുധനാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ബുധന്റെ അസ്തമയം മൂലം ചില രാശിക്കാർക്ക് അരക്ഷിതാവസ്ഥ, ഏകാഗ്രതക്കുറവ്, അതുപോലെ ഓർമ്മശക്തിക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ബുധന്റെ അസ്തമയം മൂലം മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം തുടങ്ങിയ രാശിക്കാർക്ക് വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഇവരുടെ എല്ലാ പ്രവൃത്തികളിലും വിജയത്തിന് കാലതാമസവും വന്നു ചേരുന്ന മാസമാണ് ഇനി എത്തിച്ചേരുന്നത്. മീനരാശിയിൽ ബുധന്റെ സംക്രമണമാണ് അടുത്തത്. ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ഏപ്രിൽ 9 രാത്രി 9:22 മീനം രാശിയിൽ പ്രവേശിക്കും. മെയ് 10 വരെ മീനരാശിയിൽ തുടരുകയും ചെയ്യും. തുടർന്ന് മേടരാശിയിൽ പ്രവേശിക്കുകയും ചെയ്യും. മീനരാശിയിൽ വസിക്കുന്നതിലൂടെ ചില രാശിക്കാർക്ക് എല്ലാ മേഖലകളിലും വലിയ വിജയമാണ് വന്നു ചേരുക. ദീർഘനാളുകളായി നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കുന്നതിനൊപ്പം വലിയ സാമ്പത്തിക വർധനവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ചില രാശിക്കാർക്ക് ബുധന്റെ വ്യാഴത്തിന്റെ രാശിയായ മീനത്തിൽ പ്രവേശിക്കുന്നതിലൂടെ ചില നേട്ടങ്ങൾ വന്നു ചേരും. സൂര്യൻ മേടത്തിൽ. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ഏപ്രിൽ 13 രാത്രി 9:15 മേടരാശിയിൽ പ്രവേശിക്കും. അവിടെ മെയ് 14 വരെ തുടരുകയും ചെയ്യും. പിന്നീട് ഇടവരാശിയിൽ പ്രവേശിക്കും. സൂര്യൻ മേടരാശിയിലേക്ക് നീങ്ങുന്നതിനാൽ ഏകദേശം 12 വർഷത്തിന് ശേഷം വ്യാഴവും സൂര്യനും കൂടിച്ചേരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ മേടം ഉൾപ്പെടെയുള്ള ചില രാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ പരിപൂർണമായ പിന്തുണ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കുവാനും സമ്പത്തും ഐശ്വര്യവും കുമിഞ്ഞു കൂടുവാനും സാധിക്കും. മീനരാശിയിൽ ബുധന്റെ ഉദയമാണ്. ബുധൻ ഏപ്രിൽ 19 രാവിലെ 10:23 മീനരാശിയിൽ ഉദിക്കും. ബുധന്റെ ഉദയത്തോടെ ബിസിനസ്, ഊഹക്കച്ചവടം, നിക്ഷേപം എന്നിവയിൽ വലിയ ലാഭം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇതോടൊപ്പം ചില രാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ പിന്തുണയും വന്നു ചേരും. ബുധന്റെ ഉദയം മൂലം മേടം, മിഥുനം, ചിങ്ങം, കന്നി,
വൃശ്ചികം, മീനം എന്നീ രാശിക്കാർക്ക് ബിസിനസ്സിലും ജോലിയിലും വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും വലിയ വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഇനി ചൊവ്വയുടെ സംക്രമണം. ഗ്രഹങ്ങളുടെ അധിപനും ഭൂമിയുടെ പുത്രനുമെന്ന് അറിയപ്പെടുന്ന ചൊവ്വ ഏപ്രിൽ 23 രാത്രി 8:52 മീനരാശിയിൽ പ്രവേശിക്കും. മീനരാശിയിൽ പ്രവേശിക്കുന്നതിനാൽ ബുധൻ, രാഹു എന്നീ ഗ്രഹങ്ങളുമായി സന്നിവേശമുണ്ടാകും. പല രാശിചിഹ്നങ്ങളുമുള്ള ആളുകൾക്ക് ഈ സംയോഗം വളരെയധികം ഗുണം ലഭിക്കുന്നതാണ്. എന്നാൽ ചില ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ശുക്ര സംക്രമണമാണ്. സന്തോഷവും ഐശ്വര്യവും നൽകുന്ന ശുക്രൻ ഏപ്രിൽ 25 പുലർച്ചെ 12:07 മേടരാശിയിൽ പ്രവേശിക്കുകയും മെയ് 19 വരെ ഈ രാശിയിൽ തുടരുകയും ചെയ്യും. ഇതിനുശേഷം ഇടവരാശിയിൽ പ്രവേശിക്കും. ശുക്രൻ മേടരാശിയിൽ പ്രവേശിച്ചതിന് ശേഷം 12 വർഷങ്ങൾക്ക് ശേഷം വ്യാഴവുമായുള്ള സംഗമം നടത്തും. ഇത്തരമൊരു സാഹചര്യത്തിൽ മേടം, ഇടവം ഉൾപ്പെടെയുള്ള ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുക. ഈ രാശിക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളാണ് എത്തിച്ചേരുന്നത്. ഏപ്രിൽ മാസത്തിൽ പല ഗ്രഹങ്ങളും രാശി മാറും. അത്തരമൊരു സാഹചര്യത്തിൽ മേടം, ഇടവം, മിഥുനം, കന്നി, വൃശ്ചികം, മീനം എന്നീ രാശിക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുക. ഈ രാശിക്കാർ കുടുംബത്തോടൊപ്പം നല്ല സമയം ആസ്വദിക്കുവാനും സാധിക്കും. ഏറെ നാളുകളായി നിങ്ങളുടെ മുടങ്ങിക്കിടന്ന ജോലികൾ വീണ്ടും തുടങ്ങുവാൻ സാധിക്കും. ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പ്രവർത്തനത്തിന് നല്ല അഭിനന്ദനം ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും. മേലുദ്യോഗസ്ഥരുടെ സഹായത്തോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു മാസമാണ് ഇനി. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പണം നിക്ഷേപിക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രയോജനകരമാണ്. വ്യാപാരികൾക്കും അതുപോലെ വ്യവസായം ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം വൻ ലാഭം വന്നു ചേരുന്ന മാസമാണ് ഏപ്രിൽ മാസം. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.